ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീൻസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഗ്രീൻ പീസ് ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീൻസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീൻസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് വേണം എടുക്കാനായിട്ട്. അല്ലാതെ തന്നെ നമ്മൾ പച്ചപ്പട്ടാണി ഉണ്ടല്ലോ, ഫ്രോസൺ ആയിട്ടുള്ള, അത് നമുക്ക് പറ്റത്തില്ല. ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ളത് വേണ്ടത്. അപ്പോൾ ഇതിലാണ് നമ്മൾ കറിയൊക്കെ വെക്കുന്നത്. ആ ഗ്രീൻ പീസാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്, 200 ഗ്രാം ആണ്. അത് നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ കുതിർത്തെടുക്കുന്നത് നൈറ്റ് ഒന്ന് നമ്മൾ രാത്രിയിലൊന്ന് വെള്ളം ഒഴിച്ചിട്ടിട്ട് രാവിലെ എടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. അതല്ലാതെ നമ്മൾ പകൽ സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂർ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുതിർത്തിയെടുക്കണം. ഇതിപ്പോൾ ഒരു 6-7 മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്തെടുത്തിട്ടുള്ള പച്ചപ്പട്ടാണിയാണ്. അത് നന്നായിട്ട് ഇതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അരിച്ച് മാറ്റാം. നന്നായിട്ട് ഒരു 2-3 തവണ ഒന്ന് കഴുകിയതിന് ശേഷം വേണം പിന്നീട് നമ്മൾ ഈ ഗ്രീൻ പീസ് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ആ ഗ്രീൻ പീസിൽ കംപ്ലീറ്റ് ആയിട്ട് കുറച്ചായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ തുണി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലൊരു കോട്ടൺ തുണി വെച്ചിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ താഴെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഡ്രൈ ആയിട്ട് കിട്ടും. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഗ്രീൻ പീസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം പച്ച കളറ് കൂടിയാണ്. അപ്പോൾ നമ്മൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത് നല്ല പച്ച ഗ്രീൻ പീസ് ആയിട്ടാണ് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരല്പം പച്ച കളറ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഞാൻ തയ്യാറാക്കുമ്പോഴത്തേക്കും കളർ ചേർക്കാറില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ കടകളിൽ കിട്ടുന്ന അതേ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പച്ച കളർ ഒരല്പം ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഓപ്ഷനിലാണ്, നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം, ഒരു പ്രശ്നവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്യാൻ സമയമായി. എന്നാൽ ശരി, പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കടലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് കടല ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ നമ്മളിത് ഇടുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ കടലയിൽ ഈ ഗ്രീൻ പീസിൽ എങ്ങാനും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടി തെറിക്കും. അതിൻ്റെ പേരിൽ നമ്മളെപ്പോഴും ഒരു കയ്യിലൊരു അടപ്പ് വെച്ചതിന് ശേഷം വേണം ഈ കടലയൊക്കെ ചേർക്കാനായിട്ട്. എന്നിട്ട് ഉടൻ തന്നെ ഇതങ്ങ് അടച്ച് വെച്ചേക്കണം. അപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എന്തായാലും ഇത് അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടലയിൽ അധികം വെള്ളമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ പൊട്ടിയൊന്നും തെറിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ കയ്യിലൊരു അടപ്പ് വെച്ചേക്കണം. ഇതുപോലെ നമുക്കിത് അടച്ചു വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ പച്ച ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ചില്ലിച്ചില്ലാന്ന് സൗണ്ടൊക്കെ വന്ന് തുടങ്ങും. അപ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ നമുക്കിത് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. കൂടെ തന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മസാല കടല നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മസാല കടല കഴിക്കണമെന്ന് തോന്നുമ്പോഴൊന്നും കടയിൽ ചെന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഇതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഫ്രൈ ചെയ്ത് ചേർക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.